മഞ്ജു, നീ ധൈര്യമായി ഇറങ്ങ്, ഒന്നും സംഭവിക്കില്ല. അവനെപ്പോലെ ഒരു മണകുണാഞ്ചനൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. രാജേഷ് പറഞ്ഞത് കേൾക്കെ മഞ്ജു ആകെ ആശയക്കുഴപ്പത്തിലായി. ചേട്ടാ, ഞാൻ വരാൻ റെഡിയാ. പക്ഷേ മോനെ എന്തു ചെയ്യും? അവൻ 5 വയസ്സ് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ നിന്റെ വീട്ടുകാർക്കൊപ്പം വളർന്നോളും. അല്ലേൽ അവൻ്റെ തന്ത സന്തോഷമുണ്ടല്ലോ, അവനോട് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു നിന്ന് കൊച്ചിനെ നോക്കാൻ പറയും. പുച്ഛത്തോടെയുള്ള ആ മറുപടി കേൾക്കെ അസ്വസ്ഥയായി തന്നെ നിന്നു മഞ്ജു. അതോടെ പതിയെ അവളുടെ ചുമരിലേക്ക് കൈയിട്ടു രാജേഷ്. എടി, സന്തോഷിൻ്റെയും നിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായിപ്പോ? 7 വർഷം കഴിഞ്ഞു. ശാന്തമായി മറുപടി പറഞ്ഞു മഞ്ജു. ആ 7 വർഷത്തിനിടയ്ക്ക് എത്ര വട്ടം നീ അവൻ്റെ ഒപ്പം കിടന്നിട്ടുണ്ടാകും? ഒന്ന് ഓർത്തു നോക്ക്. അവൻ ഗൾഫിലും നീ നാട്ടിലും. പിന്നെ എന്ത് സുഖം കിട്ടാനാ നിനക്ക്? നീ എൻ്റെ ഒപ്പം പോര്, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. പൊന്നുപോലെ നോക്കാം ഞാൻ. ആ വാക്കുകൾ മഞ്ജുവിൻ്റെ മുഖം വിടർത്തി. ശരി, ഞാൻ വരാം. പക്ഷേ എന്താ പ്ലാൻ? അതോടെ പറയും. എടോ, നാളെ വെളുപ്പിന് നമുക്ക് പോകാം. ഞാൻ വരാം നിന്നെ കൂട്ടാൻ. എല്ലാവരും ഉറക്കമാകും ആ സമയം. നീ പോയ വിവരം നേരം വെളുത്തേ അവരറിയൂ. ആ സമയം കൊണ്ട് നമുക്ക് നേരെ മൂന്നാർക്ക് വിടാം. അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് താലി കെട്ടാം. ബാക്കിയൊക്കെ പിന്നെ. ആ പ്ലാൻ മഞ്ജുവിനും ഇഷ്ടമായി. എന്നാ ഞാൻ പോട്ടെ. മോൻ സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. രാത്രി വെളുക്കുമ്പോൾ സമയം പറഞ്ഞാൽ മതി. അവൾ പോകാൻ തിടുക്കം കൂട്ടവേ പതിയെ പിടിച്ച് തന്നോട് ചേർത്തു രാജേഷ്. എടോ, നാളെ രാവിലെ വരുമ്പോൾ ഗോൾഡും കയ്യിലുള്ള കാശും ഒന്നും എടുക്കാൻ മറക്കല്ലേ. അറിയാലോ, ഞാൻ ഇച്ചിരി ടൈറ്റിലാണിപ്പോൾ. ഓ, അതൊക്കെ കൊണ്ടുവരാൻ ഞാൻ. ചേട്ടൻ ടെൻഷനാകണ്ട. ചേട്ടൻ്റെ പ്രശ്നങ്ങൾ ഇനി മുതൽ എൻ്റെയും അല്ലേ? പുഞ്ചിരിയോടെ അവൾ നടന്നകലുമ്പോൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു രാജേഷ്. പതിയെ പതിയെ അവൻ്റെ ചുണ്ടിൽ ഒരു വഷളൻ ചിരി വിരിയുന്നത് മഞ്ജു അറിഞ്ഞിരുന്നില്ല. മഞ്ജുവും രാജേഷും പരിചയപ്പെട്ടിട്ട് 3 മാസങ്ങളെ ആകുന്നുള്ളൂ. മഞ്ജു വിവാഹിതയും 5 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമാണ്. ഭർത്താവ് സന്തോഷ് പ്രവാസിയാണ്. പൊതുവെ ആൺ സൗഹൃദങ്ങളോട് കൂടുതൽ താല്പര്യമുള്ള മഞ്ജുവിന് പലപ്പോഴും ഭർത്താവ് സന്തോഷിൽ ഒരു തൃപ്തിക്കുറവ് തോന്നിയിട്ടുണ്ട്. കാണാൻ സുന്ദരിയായ തനിക്ക് ചേർന്ന ആളല്ല അവൻ എന്നതാണ് അവളുടെ പ്രശ്നം. PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കവെയാണ് രാജേഷിനെ മഞ്ജു പരിചയപ്പെടുന്നത്. സ്ഥിരമായി പോകുന്ന ബസ്സിലെ കണ്ടക്ടറാണ് രാജേഷ്. കാണാൻ സുമുഖൻ, നല്ല പെരുമാറ്റം. വളരെ വേഗത്തിൽ അവർ അടുത്തു. ആ അടുപ്പം വഴിവിട്ടു പോവുകയും ചെയ്തു. വിവാഹശേഷം സന്തോഷ് വെച്ച പുതിയ വീട്ടിലായിരുന്നു മഞ്ജുവിൻ്റെ താമസം. ആ വീട്ടിൽ പല രാത്രികളിലും രാജേഷ് സന്ദർശകനായി. ഒരുമിച്ചുറങ്ങി അവർ. ഒടുവിലിപ്പോൾ സന്തോഷിനെ വിട്ട് രാജേഷിനൊപ്പം പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് മഞ്ജു. തിരികെ വീട്ടിലെത്തവേ ആകെ ഒരു വെപ്രാളത്തിലായി അവൾ. കുറച്ച് ദിവസങ്ങളായി അവളുടെ അമ്മയും വീട്ടിലൊപ്പമുണ്ട്. അതിരാവിലെ താൻ പോയാലും മോൻ ഉണരുമ്പോൾ അമ്മയുണ്ടല്ലോ എന്ന ധൈര്യമാണ് അവൾക്ക്. അത്യാവശ്യ സാധനങ്ങളും ഡ്രസ്സും സ്വർണവുമൊക്കെ വേഗത്തിൽ അവളൊരു ബാഗിലാക്കി കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. മോളെ, നാളെ നിനക്ക് ക്ലാസ് ഉണ്ടോ? ഇല്ലേൽ എനിക്കൊപ്പം ഒന്ന് ബാങ്കിൽ വരൂ. ഒരു പണയമുള്ളത് എടുക്കണം. എനിക്കാണേൽ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അമ്മ വന്ന് ചോദിക്കവേ പെട്ടെന്ന് എഴുന്നേറ്റ് മുറി വിട്ടിറങ്ങി അവൾ. ഓ, വരാമേ. നാളെ ക്ലാസ് ഇല്ല, രാവിലെ പോകാൻ നമുക്ക്. ഒരു സംശയവും തോന്നിപ്പിക്കാത്ത വിധത്തിൽ അഭിനയിച്ചു മഞ്ജു. അന്നത്തെ രാത്രിയിൽ ആകെ ഒരു വെപ്രാളമായിരുന്നു അവൾക്ക്. സന്തോഷ് വിളിച്ചെങ്കിലും സുഖമില്ല എന്ന് പറഞ്ഞ് വേഗത്തിൽ കോള് കട്ട് ചെയ്തു അവൾ. രാത്രി 10 മണിയോടെ രാജേഷിൻ്റെ കോൾ വന്നു. മഞ്ജു, എല്ലാം റെഡിയല്ലേ? രാവിലെ 4 മണിക്കെത്തും. ഞാൻ ആ സമയം വിളിക്കാം. നീ പതുക്കെ പുറത്തു വന്നാൽ മതി. അവൻ പറഞ്ഞത് കേൾക്കെ ധൈര്യം സംഭരിച്ച് ഓക്കെ പറഞ്ഞു അവൾ. പക്ഷെ ഉള്ളിലെ പേടി അങ്ങനെ തന്നെ നിന്നിരുന്നു. അന്നത്തെ രാത്രി ഉറങ്ങിയില്ല മഞ്ജു. തിരിഞ്ഞും മറിഞ്ഞു കിടന്ന് എങ്ങനെയും 4 മണിവരെ പിടിച്ചു നിന്നു അവൾ. പക്ഷേ ആ സമയം 4 മണിയായിട്ടും രാജേഷിൻ്റെ കോൾ വരാതെയായപ്പോൾ ചെറിയൊരാശങ്ക തോന്നാതിരുന്നില്ല. അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ട് കോളിംഗ് ബെൽ ശബ്ദം മുഴങ്ങി. വല്ലാതെ നടുങ്ങിപ്പോയ മഞ്ജു ഒരു നിമിഷം അത് രാജേഷ് ആകുമോ എന്നോർത്ത് ഭയന്ന് വിറച്ചു. വീണ്ടും വീണ്ടും ബെൽ ശബ്ദം മുഴങ്ങിയതോടെ പതിയെ അവൾ മുറിവിട്ട് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും അമ്മയുടെ മുറിയിലും വെട്ടതെളിഞ്ഞു. ആരാ മോളെ ഈ സമയത്ത്? ഭയത്തിൽ പുറത്തിറങ്ങിയ അമ്മ ചോദിക്കുമ്പോൾ മഞ്ജുവിന് മറുപടിയില്ലായിരുന്നു. പേടിക്കണ്ട, വാതിൽ തുറന്നോളൂ. ഞാനിവിടുത്തെ സ്റ്റേഷനിലെ SI ഷാനവാസാണ്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. വീടിന് പുറത്തുനിന്ന് ആ മറുപടി കേട്ട് മഞ്ജുവും അമ്മയും ഒരുപോലെ നടുങ്ങി. ജനലിലൂടെ പോലീസിൻ്റെ ജീപ്പിൻ്റെ അലാറം ലൈറ്റിൻ്റെ വെളിച്ചം അകത്തേക്ക് അടിച്ചതോടെ വന്നത് പോലീസാണെന്ന് അവർ ഉറപ്പിച്ചു. ധൈര്യം സംഭരിച്ച് അമ്മയാണ് വാതിൽ തുറന്നത്. SIക്കൊപ്പം വനിതാ കോൺസ്റ്റബിൾ ഉൾപ്പെടെ 4 പേര് പോലീസുകാരും ഉണ്ടായിരുന്നു. അവരെ കൂടാതെ മറ്റൊരാളും. ആ ആളെ കണ്ടിട്ട് മഞ്ജു ഒന്ന് നടുങ്ങി. രാജേഷായിരുന്നു അത്.
കയ്യിലെ വിലങ്ങൊക്കെയിട്ട് ഒരു കുറ്റവാളിയെപ്പോലെ. എന്താ സാറേ, എന്താ പ്രശ്നം? ആശങ്കയിൽ അമ്മ ചോദിക്കുമ്പോൾ ഷാനവാസ് മഞ്ജുവിനെയാണ് നോക്കിയത്. ആകെ പരുങ്ങലിൽ തല കുമ്പിട്ട് നിന്നു അവൾ. അമ്മയുടെ മോൾക്ക് ഇവനെ അറിയുമോയെന്ന് ചോദിക്ക്. ഷാനവാസിന്റെ വാക്കുകൾ കേട്ട് അമ്മ നടുക്കത്തോടെ തിരിയുമ്പോൾ മഞ്ജുവിൻ്റെ മിഴികൾ അറിയാതെ തുളുമ്പി. ഭയത്താൽ നിന്ന് വിറച്ചു അവൾ. SI പറഞ്ഞു കാര്യങ്ങളൊക്കെയും അറിഞ്ഞ മഞ്ജുവിൻ്റെ അമ്മ നടുക്കത്തിൽ പിന്നിലെ ചുവരിലേക്ക് ചാഞ്ഞുപോയി. കുട്ടി, നിനക്കിവൻ ആരാണെന്നറിയോ? പക്കാ ഫ്രോഡാണ്. ഇതിനോടകം വിവാഹ വാഗ്ദാനം നൽകി 5ഓളം പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ട് ഇവൻ. ഇവനെ വിശ്വസിച്ചാണ് നീ ഇറങ്ങിപ്പോകാൻ നിന്നത്. അപ്രതീക്ഷിതമായ ഷാനവാസിന്റെ ഓരോ വാക്കുകളും മഞ്ജുവിൻ്റെ ഉള്ളിൽ ഞെട്ടലുളവാക്കി. ചതിയനോ? വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല അവൾക്ക്. മൗനമായി തല കുമ്പിട്ട് നിന്ന രാജേഷിനെ നോക്കവേ അവളുടെ മുഖത്തേക്ക് രോഷം ഇരച്ചു കയറി. അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിച്ചാ കൊള്ളാം. ഒടുവിൽ താക്കീത് നൽകി പോലീസ് മടങ്ങുമ്പോൾ അമ്മയുടെ മുൻപിൽ മറുപടിയില്ലാതെയിരുന്നു മഞ്ജു. രാജേഷിന്റെ മുഖത്തേക്ക് പോലും നോക്കുവാൻ കഴിഞ്ഞില്ല അവൾക്ക്. തന്റെ എടുത്തുചാട്ടത്തിൽ സംഭവിക്കുമായിരുന്ന ആ വലിയ ആപത്തോർക്കവേ മഞ്ജുവിന്റെ ഉള്ളം പിടഞ്ഞു. ചെയ്ത തെറ്റിന്റെ വ്യാപ്തി മനസ്സിലാക്കി കരഞ്ഞു കാലുപിടിച്ച മകളെ പതിയെ എഴുന്നേൽപ്പിച്ചു ആ അമ്മ. എന്നോടല്ല, നിങ്ങൾക്ക് വേണ്ടി വെളിനാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന ഒരു പാവമുണ്ടല്ലോ, അവനോട് ഏറ്റുപറയെല്ലാം. കാലുപിടിക്ക്. അവൻ ക്ഷമിച്ചാൽ നിന്റെ ഭാഗ്യം. നിങ്ങൾക്കൊക്കെ അഹങ്കാരമാണ്. ആവശ്യം അനുസരിച്ച് എല്ലാം കിട്ടുന്നതിൻ്റെ അഹങ്കാരം. അല്ലാണ്ട് എന്ത് പറയാനാണ്? അത്രയും പറഞ്ഞ് അമ്മ മിഴികൾ തുടച്ചുകൊണ്ട് അകത്തെ മുറിയിലേക്ക് പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞ് നിലത്തേക്കിരുന്നു പോയി മഞ്ജു. താൻ ചെയ്ത വലിയ തെറ്റ് അപ്പോൾ അവൾ പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നു. ആ നിമിഷം മുതൽ ഉള്ളുരുകിയിരുന്നു അവളെല്ലാം അറിഞ്ഞ ശേഷം സന്തോഷ് തന്നോട് പൊറുക്കുവാൻ തയ്യാറാകണേ എന്ന പ്രാർത്ഥനയിൽ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.